ആദ്യത്തെ ചോദ്യം അങ്ങയുടെ ഒരു കടുത്ത ആരാധകൻ എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ ചോദിക്കുകയാണ്. ഭയങ്കര ബാലിശമാണെന്ന് അറിയാം, എങ്കിലും ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചത്? ജൂലൈ 16 രാത്രി അങ്ങ് എന്താണ് എഴുതിയത്? എന്തെങ്കിലും ഒരു ക്ലൂ? അല്ല, അത് ഞാനിവിടെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ സിനിമ കാണുന്നതിൻ്റെ സുഖം നഷ്ടപ്പെടില്ലേ? ചോദിച്ചില്ലെങ്കിൽ അല്ല, തീർച്ചയായിട്ടും എന്താ പറയുക, ഞാൻ ഒരുപക്ഷെ എൻ്റെ ഫിലിം കരിയറിൽ ഇത്രയും പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് ഞാൻ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. കാരണം ദൃശ്യം 1 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഓടി, 2 ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്ക് പ്ലാനും ഇല്ലായിരുന്നു. അപ്പം ഹിന്ദിയിൽ വയാക്കോമിൽ ആരൊക്കെയോ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് ചെന്നു. 2015 13 ദൃശ്യം ഇറങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് വിളിക്കുന്നു പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ വിളിക്കുന്നു, ജിത്തു ഒരു സെക്കൻഡ് സാധ്യതയുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ പറഞ്ഞു ഇനി ആകെ തീർന്നു, ഇനി അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടു. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ വെറുതെ ഇരുന്ന് എൻ്റെ യാത്രകളിലും ഞാൻ ഇച്ചിരി മൾട്ടി ടാസ്ക് ആണ്. ഞാൻ അറ്റ് എ ടൈം 2-3 സബ്ജക്റ്റൊക്കെ വർക്ക് ചെയ്യും. അങ്ങനെ കൊണ്ട് നടന്ന സമയത്ത് 5 വർഷം കൊണ്ടാണ് ദൃശ്യം 2 ഉണ്ടായത്. അപ്പോൾ കോവിഡ് കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവരും എഴുതി, അവന് കോവിഡിന് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു, പുള്ളിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് പുള്ളി എന്തോ ഒരു തട്ടിക്കൂട്ടി എഴുതി. ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതല്ല. ഫസ്റ്റും സെക്കൻഡും അതിനകത്ത് പലർക്കും അഭിപ്രായ വ്യത്യാസം കാണാം. ഫസ്റ്റാണ് ഇഷ്ടം, സെക്കൻഡ് അതൊക്കെ ഓരോരുത്തർ ചോയ്സ്. പക്ഷേ സെക്കൻഡും നന്നായി വന്നതോടുകൂടി തേർഡിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് സ്കൈ ഹൈ ആണ്. അപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് അതിൻ്റെ മുകളിലായിരിക്കും, അങ്ങനെ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിന് മാത്രം അറിയാം എന്താ സംഭവിക്കാൻ പോണേന്ന്. പക്ഷെ ഒരു ഐഡിയ വന്നപ്പോൾ ഞാൻ വർക്ക് ചെയ്തു. അതൊരു നല്ല സിനിമയാണെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഞാൻ ഈ സെക്കൻഡ് എഴുതിയപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞപ്പം എൻ്റെ മക്കളും പറഞ്ഞു വെറുതെ ആ പരിപാടിക്ക് പോകണ്ട, ഉള്ള പേരുണ്ട്, അത് കളയണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എഴുതി നോക്കട്ടെ, എന്നിട്ട് വായിച്ചിട്ട്. പക്ഷെ അവർ വായിച്ചിട്ട് പറഞ്ഞു, എന്നോട് മോള് പറഞ്ഞു, ഡാഡി ഇതൊരു നല്ല സിനിമയാണ്, കൊമേഴ്സ്യലി ഇത് എത്രത്തോളം ഓടുമെന്ന് നമുക്കറിയില്ല, നല്ല സിനിമയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ദൃശ്യം 3 ഒരു നല്ല സിനിമയാണെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ നിങ്ങളെ ഞെട്ടിക്കുമോ, നിങ്ങൾ എന്നെ ഞെട്ടിക്കുമോ, അതൊന്നും എനിക്കറിയില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എന്തായാലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ദ സ്റ്റേജ് ഈസ് ഓപ്പൺ ഫോർ യു ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ടു അവർ ഫേവറേറ്റ് ഡയറക്ടർ ജിത്തു ജോസഫ്. ഒരു ചെറിയ കാര്യം പറയട്ടെ. കഴിഞ്ഞ തവണ 2010 ഇതുപോലെ ഒരു സെഷൻ വെച്ചിരുന്നു. ജോണി സാറിനറിയാം, ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. 2002 അല്ല 2010 മമ്മി ആൻഡ് മീ 10 ഇറക്കിയത്. 2010. പക്ഷെ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. എന്തോ ആദ്യം ആരും 1-2 പിള്ളേർ തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് എന്ത് വേണേലും ഓപ്പണായിട്ട് ചോദിക്കാം കേട്ടോ. സർ, ഐ എം കിരൺ. ഞാൻ BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലെ 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്ന് ദൃശ്യത്തിൻ്റെ പിന്നിലെ ദർശകൻ എന്ന് നമ്മൾ കേട്ടു. ഈ ഒരു മേഖലയിൽ വന്ന് എത്തി നിൽക്കുമ്പോൾ സർ കടന്നു വന്ന വഴികളിൽ ഒരുപാട് ഇഷ്യൂസ് നേരിട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ നേരിട്ടതിൽ നിന്നും സാറിന് കിട്ടിയ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? ഏത് ദൃശ്യത്തിൻ്റെ ഇതിലോ? യെസ്, ദൃശ്യം 3 എഴുതുന്നതിലോ? ദൃശ്യം കംപ്ലീറ്റ് 1, 2, 3 എഴുതിയിൽ നിന്നും സാർ നേരിട്ട ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരുന്നു? അത് ഓഫ് കോഴ്സ് ഇപ്പം ദൃശ്യം 3 എന്ന് പറയുന്ന ഈ സിനിമ തന്നെ എൻ്റെ മുമ്പിൽ ചലഞ്ച്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വേറെ രീതിയിൽ പറഞ്ഞത്. കാരണം ആൾക്കാരുടെ എക്സ്പെക്റ്റേഷൻ അതുപോലെയാണ്. ഇപ്പം ഞാൻ എവിടെ ചെന്നാലും ചോദിക്കുന്നത് ദൃശ്യം 3 എന്നാണ്. ഞാനും ലാൽ സാറുടെ UK റാം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പഞ്ചാബി ഓടി വന്ന് എന്നെ തിരിച്ചറിഞ്ഞില്ല. ലാൽ സാറിനെ കണ്ടെത്തിട്ട് ചോദിച്ചു, സർ ദൃശ്യം 3 എന്നാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പം അത്രയും ആൾക്കാർ മോസ്റ്റ് വെയിറ്റഡ് ഒരു സിനിമയാണ്. അപ്പം ആൾക്കാർ വേറെ ഏതൊക്കെയോ ലെവലിലാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഫസ്റ്റിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണും സെക്കൻഡിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ സ്ക്രിപ്റ്റിംഗ് പാറ്റേണിനകത്തൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് രാജമൗലിയും എന്നെ പേഴ്സണലായിട്ട് വിളിക്കുകയും ചെയ്തു. പുള്ളി ഒരു കുറിപ്പ് എഴുതിയിട്ടു സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച്. പക്ഷേ സെക്കൻഡിൻ്റെ പാറ്റേൺ എനിക്ക് ഒരിക്കലും തേർഡിൽ കൊണ്ടുപോയി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. തേർഡ് ഓർഗാനിക്കലി എങ്ങനെ വരുന്നു കുറച്ചുകൂടി അതൊരു ഫസ്റ്റിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സെക്കൻഡിൻ്റെ ഈ ഒരു എന്താ പറയുക, ആ ഒരു എക്സ്പെക്റ്റേഷൻ നിന്നാൽ ആൾക്കാർ ഡിസപ്പോയിൻറ്റഡ് ആവും, എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ടെൻഷൻ മുഴുവൻ ഇതിൻ്റെ തേർഡിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ആണ് ഞാനിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ചലഞ്ച്.
ശരി, 2010 സാറിനെ ഇവിടെ കൊണ്ടുവന്ന്. ശരി, ഞാൻ ഓർക്കുന്നുണ്ട്. സാർ, എനിക്ക് സാറിൻ്റെ മൂവീസിൽ ഏറ്റവും ഇഷ്ടം മെമ്മറീസാണ്. സാർ ഇത്രയും സിനിമകൾ ഡയറക്റ്റ് ചെയ്തെങ്കിലും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മെമ്മറീസാണ്. ഈ ദൃശ്യം എന്നുള്ള പേര് ഈ ഒരു സിനിമയ്ക്ക് സാറ് സെലക്ട് ചെയ്തതിൻ്റെ കാര്യം ഒന്ന്, അതെൻ്റെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്, എന്തുകൊണ്ട് മെമ്മറീസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് സാർ ആലോചിക്കുന്നില്ല? അല്ല, അത് ഈ ചോയ്സ് എൻ്റെ വീട്ടിലും ചിലപ്പോൾ ചോദിച്ചാൽ എൻ്റെ ഒരു മോക്ക് മെമ്മറീസ് മോളെപ്പോഴും പറയും ആ ദൃശ്യം നല്ല സിനിമയാണ്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ മെമ്മറീസ് ഇഷ്ടം എന്ന് പറയും. കാരണം അതിനകത്ത് സ്ക്രിപ്റ്റിംഗ് മാത്രമല്ല, അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും അത്യാവശ്യം ഇതാണ്. ചിലർ എന്നോട് ചോദിക്കും എന്തുകൊണ്ട് അതുപോലെ ദൃശ്യം മേക്ക് ചെയ്തുകൂടാന്ന്. ദൃശ്യത്തിന് അതിൻ്റേതായ ഒരു ഫ്ലോ ഉണ്ട്, അങ്ങനെ അത് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ദൃശ്യം എന്ന് പറഞ്ഞ പേര് വരാൻ കാര്യം വളരെ ആക്സിഡൻ്റലായിട്ട് വന്നതാണ്. ആ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് ഒരു 5 ദിവസം മുമ്പ് വരെ ഞങ്ങൾക്ക് പേരെന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തെല്ലാം പേരാലോചിച്ചെന്നറിയോ, ഫാമിലി മാൻ, മറ്റേത്, അങ്ങനെ ഇങ്ങനെ കുറേ പേരുകൾ ADs-ഉം എല്ലാവരുടെ ആയിട്ടൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് പോയി. അപ്പോൾ ഞാനോർത്ത് എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും കിട്ടും. മെമ്മറീസും അങ്ങനെ കിട്ടിയതാണ്. സ്ക്രിപ്റ്റ് വായിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും വായിച്ചു. ഒരു തവണ വായിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് ഈ ദൃശ്യം എന്നുള്ള വാക്ക് എൻ്റെ കാരണം അതിനകത്ത് ആ ഡയലോഗിലുണ്ടത് ദൃശ്യം, അതാണ് ഇതെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിങ് എന്ന് പറഞ്ഞൊരു ഇതും കൊടുത്ത് അങ്ങനെ വളരെ ആക്സിഡൻ്റലായിട്ട് ഷൂട്ടിനൊരു 5 ദിവസം മുമ്പാണ് അത് കിട്ടുന്നത്. ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം പോലെ സംഭവിക്കുന്നതാണ് സാറേ. അത് ഇപ്പം നമുക്കിങ്ങനെ ഇപ്പോൾ പിന്നെ മിറാഷ്, വലതുവശത്തെ കള്ളൻ, എല്ലാത്തിനും ആ കഥാപരമായ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ആ സിനിമയുടെ. അങ്ങനെ ആലോചിച്ചപ്പോൾ ദൃശ്യം കറക്റ്റായിട്ട് കിട്ടി. അടുത്ത ചോദ്യം, മെമ്മറീസിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളത് അതില്ലെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. സർ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അന്ന, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സർ ഈ കാസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ ആൾക്കാരെ ഡിസൈഡ് ചെയ്യുകയാണോ, അതെയോ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കുകയാണോ? അല്ല, ഞാൻ ഇന്നേ വരെ ഒരു ആക്ടറുടെ ഡേറ്റ് ഉണ്ട് എന്ന് കരുതി ഞാൻ കഥ എഴുതുകയോ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും ഒരു കഥയാണ് നമ്മളെ ആദ്യം അട്രാക്റ്റ് ചെയ്യുന്നത്. ഒരു സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെ വർക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ക്യാരക്ടേഴ്സ് വരുമല്ലോ. ആ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു ക്യാരക്ടറൈസേഷനൊക്കെ മനസ്സിലുണ്ടാവും. അപ്പം നമ്മൾ എഴുതി പോകുമ്പോൾ ആലോചിക്കും, ഓക്കെ ഈ ക്യാരക്ടർ ആര് ചെയ്താൽ നന്നാവും. അപ്പോൾ എപ്പോഴും ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. കാരണം ഇപ്പം ഞാൻ മിറാഷ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ ആസിഫിൻ്റെ അടുത്തേക്ക് ചെന്നു. കാരണം അത് ആസിഫ് ചെയ്താൽ നന്നാവുമെന്ന് എനിക്ക് തോന്നി. അപർണയും ആ ക്യാരക്ടർ ഒരു ബോൾഡ് ഫീമെയിൽ ക്യാരക്ടറാണ്. സപ്പോസ് അവരത് ചെയ്യുന്നില്ലെങ്കിൽ എനിക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ 2-3 ഓപ്ഷൻ ചെയ്യും. അതെപ്പോഴും നമ്മൾ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചില മുഖങ്ങൾ വരും. ഓക്കെ, നമുക്കറിയാവുന്ന ആക്ടേഴ്സ് ആണെങ്കിൽ, പിന്നെ ഫ്രഷ് ഫേസസ് ആണെങ്കിൽ ഇപ്പം ചില കേസിൽ നമ്മൾ ഫ്രഷ് ഫേസസ് നോക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ നമ്മുടെ മെയിലിലും അവിടെയൊക്കെ ആയിട്ട് പലരും സജസ്റ്റ് ചെയ്തും. അപ്പം നമ്മൾ ഒരു പ്രായം, ഒരു ഏതാണ്ട് ഇത്ര ഹൈറ്റ്, കുറച്ച് സ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് ബബ്ലി ആയിരിക്കണം, അങ്ങനെയുള്ള ഇത് കൊടുക്കുമ്പോൾ കുറച്ച് ഫേസസ് വരും. അപ്പം നമുക്കന്നേരം തോന്നുന്ന നമ്മൾ മനസ്സിൽ കണ്ട ആ ക്യാരക്ടറിൻ്റെ രൂപം ഒത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയെ വിളിച്ചിട്ട് നമ്മൾ ടോട്ടലി ഫ്രഷ് ആണെങ്കിൽ നമ്മളൊരു കാസ്റ്റിംഗ് ഓഡീഷൻ ചെയ്യും. എപ്പോഴും ഞാൻ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ എൻ്റെ മനസ്സിലേക്ക് ആ ഒരു ധാരണ വരും. സാർ, ഒരു ചോദ്യം സ്റ്റേജിൽ നിന്നാണ്. സാറ് 2007 ഡിറ്റക്റ്റീവുമായിട്ട് സിനിമാ ലോകത്തേക്ക് വന്നു. അപ്പോൾ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് അന്ന് തന്നെ ഒരു നല്ല സംവിധായകൻ്റെ കയ്യൊപ്പ് ആ സിനിമയിൽ കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ സാറിനെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വിലയിരുത്തുമ്പോൾ സാറിൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് സാറ് കരുതുന്ന കാര്യം എന്താണ്? ഇപ്പോൾ തിരക്കഥ എഴുതാനുള്ള കഴിവ്, ഒരു നല്ല നോവൽറ്റി ഉള്ള ഒരു സ്റ്റോറി തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, ചിലർ പറയാറുണ്ട് സാറിൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് പറയുന്ന ഒരു ദൃശ്യഭാഷ, സിനിമയുടെ ദൃശ്യഭാഷ ഈ ഒരു കാലഘട്ടത്തിൽ അറിയാവുന്ന ഏറ്റവും നല്ല സംവിധായകനായിട്ട് പറയാറുണ്ട്. ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് മോശമാണെങ്കിലും ദൃശ്യഭാഷ കൊണ്ട് അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു സംവിധായകനെന്നൊക്കെ വിലയിരുത്താറുണ്ട്. സാറിൻ്റെ ഏറ്റവും വലിയ കഴിവായിട്ട് കാണുന്നത് എന്താണ്? ഒരു ചോദ്യം. രണ്ടാമത്, ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ ഇല്ലായിരുന്നെങ്കിൽ സാറിൻ്റെ എല്ലാ സിനിമകളുടെയും പേര്, ഒരു കൗതുകമാണ്, ഇംഗ്ലീഷ് തന്നെ ആവുമായിരുന്നോ? ഇപ്പോൾ ഡിറ്റക്റ്റീവ്,
മമ്മി ആൻഡ് മീ, മൈ ബോസ്, മെമ്മറീസ്, ദൃശ്യം വന്നു, പിന്നെ ലൈഫ് ഓഫ് ജോസൂട്ടി വന്നു. ഇംഗ്ലീഷ് തന്നെ ആയി പോകുമായിരുന്നോ? ദൃശ്യം വന്നതുകൊണ്ടാണോ പിന്നെ കൂമൻ വന്നു? ഒരു കൗതുകമുള്ള ചോദ്യമാണ്. താങ്ക് യു. അല്ല, ഞാനങ്ങനെ അതിൽ ഒരു പേര് മലയാളത്തിലിട്ടതുകൊണ്ട് അല്ല ഇംഗ്ലീഷിലിട്ടതുകൊണ്ട് അങ്ങനെയൊന്നും വിശ്വസിക്കണം. ആ സമയത്തുണ്ടായിരുന്നു ആ പുള്ളിയുടെ എല്ലാം ഇംഗ്ലീഷ് പേരുകളൊന്നും അങ്ങനെയൊന്നുമില്ല. ആ സബ്ജക്റ്റിന് എന്താണ് ആപ്റ്റ് എന്ന് തോന്നുന്നു, അതിപ്പോൾ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഇടുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഓക്കെ, ദൃശ്യഭാഷ കൊള്ളാനുള്ള കഴിവൊന്നും എനിക്കറിയാൻ മേല. ഞാനൊരു പടം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയുടെ നിയമമൊന്നും അറിയാൻ മേല. എനിക്ക് തോന്നിയ പോലെ ഞാൻ എൻ്റെ കഥ പറയും. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ചിലത് ശരിയാവും, ചിലത് ശരിയായാലെന്ന് പറഞ്ഞ പോലെ, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒരു കഴിവുണ്ടെന്ന് ഞാൻ കരുതുന്നൊരു കാര്യമുണ്ട്. അത് കുറച്ചൊരു ടെക്നിക്കൽ സൈഡാണ്. അത് ടെക്നിക്കൽ എന്നല്ല, നമ്മളിപ്പോഴും ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബഡ്ജറ്റിങ് വെച്ചിട്ട് നമ്മൾ മനസ്സിലൊരു വിഷ്വൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ വിഷ്വൽ വേണേൽ അവർ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം അങ്ങനെ തന്നെ വേണം എന്ന് പറയും. പക്ഷേ ഒരു മലയാളം സിനിമയ്ക്ക് പരിമിതികളുണ്ട്. ഒരു സ്ക്രിപ്റ്റ് നമ്മൾ വായിച്ച് നമ്മളത് അതിന് പറ്റിയ ലൊക്കേഷൻ തപ്പി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അത്യാവശ്യം നമുക്ക് ആ ലൊക്കേഷൻ കിട്ടി, ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തി അതങ്ങ് ആ ലൊക്കേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ. ഞാൻ ഒത്തിരി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ലൊക്കേഷൻ ചെന്നപ്പം മഴ പെയ്തു, ഷൂട്ട് നടക്കില്ല, അപ്പോൾ ഔട്ട്ഡോർ സീനാണ് പ്ലാൻ ചെയ്ത്, ഇതെടുത്ത് ഇൻഡോറിൽ വർക്ക് ചെയ്യണം. അപ്പം ചില ഫിലിം മേക്കേഴ്സ് അങ്ങ് സ്റ്റക്കാവും. കാരണം അവരിത് ഔട്ട്ഡോറിൽ നിന്ന് ഇത് ചെയ്തു. എനിക്ക് ആ കുഴപ്പമില്ല. എന്തോ ദൈവം സഹായിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് എനിക്കത് വേറൊരു സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അത് ഞാനെപ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്നിലും ആണി അടിച്ചു വെക്കരുത്. അതെന്നോട് നമ്മുടെ പ്രശസ്ത സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം മരിച്ചുപോയി, ഡെന്നിസ് ജോസഫ് സാർ എന്നോട് എപ്പോഴും പറയായിരുന്നു, ഒന്നും ആണി അടിച്ച് വെക്കരുത്, ഒട്ടിച്ചേ വെക്കാവുള്ളൂ. എപ്പോൾ എടുത്തു വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നൊരിതുണ്ടല്ലോ, അതാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ദൃശ്യഭാഷ അത് എനിക്കറിയില്ല, അത് മറ്റുള്ളവർ പറയുന്നതല്ലേ. സാറേ, മമ്മൂക്കാനെ വെച്ചപ്പോഴാണ് പടം ഉണ്ടാവുന്നത്? ഞാൻ തുറന്നൊരു കാര്യം പറയട്ടെ, 4 സബ്ജക്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, 4 നടന്നില്ല. ഒന്ന് ദൃശ്യം ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്താണ് ചെന്നത്, മെമ്മറീസ് ആദ്യം അദ്ദേഹത്തിൻ്റെ അടുത്താണ് ചെന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയിലൊരു ബോഡി എന്നും പറഞ്ഞൊരു സിനിമ ചെയ്തു, അത് റീമേക്ക് ആയിരുന്നു. അതിൻ്റെ മലയാളം വേർഷനാണ് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ദൃശ്യം ആക്ച്വലി ഡേറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു. അദ്ദേഹത്തിന് 1.5 വർഷം കഴിഞ്ഞ് ഡേറ്റ് ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. മെമ്മറീസ് ആക്ച്വലി അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അത് നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. നമ്മൾ എഴുതുന്നൊരു സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരോ കാരണങ്ങളാൽ അത് മാറിപ്പോയി. പക്ഷേ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, അതൊരു ദുഃഖമാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇനിയും ചെല്ലും, ഇനിയും റിജക്റ്റ് ചെയ്താലും കുഴപ്പമില്ല, ഇനിയും ചെല്ലും. സാർ, എൻ്റെ പേര് അഭിരാജ്. ഞാൻ ഇവിടെ BA മലയാളമാണ് പഠിക്കണേ. എൻ്റെ ഒരു സ്വപ്നം സിനിമ തന്നെയാണ്. അപ്പോൾ ഈ ചെറുതായിട്ട് കഥയെഴുത്ത്, പാട്ടെഴുത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാ തരത്തിലും ട്രൈ ചെയ്തിട്ടുണ്ട്, കാരണം അത്രത്തോളം സിനിമയെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഡ്രീമിലേക്ക് വരാൻ എൻ്റെ ഒരു ഏജിലൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും കുറച്ചുകൂടെ ഏജ് കൂടിയവർക്കൊക്കെ സാറിന് കൊടുക്കാൻ പറ്റുന്നൊരു മെസ്സേജ്, ഇത് എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, എന്നാലും എനിക്ക് സാറിൻ്റെ ഒരു മറുപടി കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ഒരു ചെറിയ സൂചന ഞാൻ തുടക്കത്തിൽ തന്നു. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ പഠിച്ച് ഒരു ജോലിയൊക്കെ. സാറിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട് പോകുന്നതിന് മുമ്പ്. അല്ല, ആഗ്രഹമുള്ളതുകൊണ്ടാ. അത് നമുക്ക് നോക്കാം. അതല്ല, അപ്പം ഒരു ജോലിയൊക്കെ സംഘടിപ്പിച്ചിട്ട് ശ്രമിക്കുക, ഉറപ്പായിട്ട് ശ്രമിക്കുക. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറക്ടേഴ്സിൻ്റെയും ഇവരുടെയൊക്കെ നമ്പേഴ്സ് ഈ പറഞ്ഞ ഫെഫ്ക ഓഫീസിൽ അന്വേഷിച്ചാൽ കിട്ടും. കാരണം നമ്പറുകൾ മാറിക്കൊണ്ടിരിക്കും, കാരണം ഇങ്ങനെ കണ്ടിന്യൂസ് കോൾ വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, സിനിമയിലേക്ക് കയറാനുള്ള ഈസിയസ്റ്റ് വഴി ഒരേ ഒരു വഴിയേ ഉള്ളൂ, കഥാകൃത്ത്, നല്ല കഥകൾ, സംവിധായകർ ആവശ്യത്തിൽ കൂടുതലുണ്ട്, അഭിനയിക്കാൻ ആവശ്യത്തിൽ കൂടുതലുണ്ട്, എല്ലാ ടെക്നീഷ്യൻസും എല്ലാം ആവശ്യത്തിൽ കൂടുതലുണ്ട്. പക്ഷെ നല്ല കഥാകൃത്തുക്കളുടെ ക്ഷാമമുണ്ട്, നല്ല കഥകൾ, കണ്ടൻറ്റ്. അപ്പം എഴുതുക എന്നല്ലേ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കഥകൾ നല്ല രീതിയിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമുക്കൊരു എൻട്രി കിട്ടും. ഞാൻ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന സിനിമയുടെ ആ നൂലയിൽ ഇറങ്ങുന്ന പരിപാടിയും അത് കൂട്ടിയിട്ടുള്ള ആ കഥയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നയാളെ ഞാൻ അടിച്ചു വീഴ്ചത്. അല്ലാതെ എനിക്ക് എന്നെക്കുറിച്ചൊന്നും അറിയില്ല അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റോ അല്ല ഒരു കഥ ഉണ്ടാക്കുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. ആ ഒരു കോൺഫിഡൻസിൽ അദ്ദേഹം തന്നെ. അപ്പം ഏറ്റവും സിനിമയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് കഥാകൃത്താണ്. അതിപ്പം നല്ല കഥകളുണ്ടെങ്കിൽ എഴുതുക, വർക്ക് ചെയ്യുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിനകത്തൊരു ഭാഗ്യം എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. എന്നിട്ട് നമ്മൾ സംവിധായകരോടും അവരോടൊക്കെ സംസാരിക്കുക, പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിക്കുക. ബാക്കി താങ്കളുടെ ഭാഗ്യം. എൻ്റെ പേര് നിക്കി ഗോപൻ. ഞാൻ MA മലയാളമാണ്. സാറ് ഇതുവരെ എഴുതിയതിൽ അല്ലെങ്കിൽ മനസ്സിൽ കണ്ട കഥകളിൽ എഴുതി വെച്ച സ്ക്രിപ്റ്റുകളിൽ ഏതെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാതെ ഉപേക്ഷിക്കപ്പെട്ട അങ്ങനെ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? ഉണ്ട്. അയ്യോ, ഞാൻ ആ കാര്യം പറയാൻ മറന്നു കേട്ടോ. ഞാൻ സിനിമയല്ല ഞാൻ നിർമ്മല കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡിഗ്രി കാലഘട്ടത്തിൽ അന്ന് നിങ്ങൾക്കും അറിയില്ലായിരിക്കും, ദൂരദർശനിൽ സീരിയൽസ് ഉണ്ട്, എപ്പിസോഡ്സ്, 13 എപ്പിസോഡിൻ്റെ സീരിയൽസാണ്. ഞാനൊരു സ്ക്രിപ്റ്റ് എഴുതി ദൂരദർശനിൽ സീരിയൽ ചെയ്യാൻ വേണ്ടിയിട്ട് 13 എപ്പിസോഡ്സ്. അപ്പം ഇതിനകത്ത് അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയേണ്ടി വരും. എൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്നാണെന്നറിയോ? എഴുതാനുള്ള മടിയാണ്. SSLC പരീക്ഷ സോഷ്യൽ സ്റ്റഡീസിന് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതി നോക്കിയപ്പോൾ 6 എസ്സേയുണ്ട്. അതിൽ 3 എഴുതണം. അപ്പോൾ മാർക്ക് കിട്ടും. ഒരു എസ്സേ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ മാർക്ക് കിട്ടി, എന്തിനാ എഴുതാൻ? ഞാൻ എഴുതിയില്ല. സത്യമാണ്. ഞാനിത് എൻ്റെ അമ്മച്ചോട് പറഞ്ഞപ്പോൾ അമ്മച്ചി തലയെ കൈ വെച്ചിട്ട് ഇത് എന്തുവാടാന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ 13 എപ്പിസോഡ്സ് ഉള്ള ഒരു ഇതെഴുതി. ഞാൻ അതുമായിട്ട് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി. കുറേ നടന്നു. അന്നൊക്കെ ദൂരദർശനിൽ ഭയങ്കര കോണ്ടാക്ട്സ് വേണം. ഞാൻ പല വഴിക്ക് തിരുവനന്തപുരത്തൊക്കെ പോയി കിടന്ന് ട്രൈ ചെയ്തു, നടന്നില്ല. അത് കഴിഞ്ഞ് ഞാനത് കത്തിച്ച് കളഞ്ഞു. അന്നേരം എൻ്റെ അമ്മച്ചി എന്നോട് ചോദിച്ചു, എടാ കഷ്ടപ്പെട്ട് എഴുതിയല്ലേ, നീ എന്തിനാ അത് കത്തിച്ച് കളഞ്ഞെന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് എഴുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അതൊരു 1.5-2 വർഷം മുമ്പ് ഞങ്ങളുടെ അവിടെ ബുക്സും ഇതെല്ലാം തപ്പിയെടുത്ത് വന്നപ്പം ആ സാധനം കിട്ടി. പക്ഷെ അത് ഇപ്പം ഇച്ചിരി ഔട്ട്ഡേറ്റഡാണ്, കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതും ത്രില്ലറാണേ. ഹായ് സർ, എൻ്റെ പേര് മിജിഷ. ഞാനിവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ചെയ്യുവാണ്. സാറ് പറഞ്ഞ പോലെ ഇത്രയും സിനിമകളിൽ എൻ്റെ ഫേവറേറ്റ് മെമ്മറീസാണ്. സാറിൻ്റെ അടുത്ത് ഈ സിനിമകളിലെല്ലാം സാറിൻ്റെ ഫേവറേറ്റ് ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും സാറ് പറയുക? കുറച്ച് ട്രിക്കിയാണ്. അല്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. ഞാൻ ചെയ്ത എല്ലാ സിനിമകളും ഇഷ്ടമാണ്. പിന്നെ ചിലത് കാണുമ്പോൾ അയ്യോ ഇത് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊക്കെ തോന്നും. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി സിനിമകൾ ഇഷ്ടമല്ലെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. എനിക്ക് കുറച്ചുകൂടെ ലൈഫിനെ കണക്ട് ചെയ്യുന്ന സിനിമകൾ ഇഷ്ടമാണ്. അത് ഞാനെപ്പോഴും പറയാറ്, നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, കുമ്പളങ്ങി നൈറ്റ്സ് പോലത്തെ അങ്ങനത്തെ സിനിമകൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണും. ഞാൻ ഒത്തിരി ഇൻ്റർവ്യൂ പറയാറുണ്ട്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് 2 ഒന്ന് മമ്മി ആൻഡ് മീ, 2 ലൈഫ് ഓഫ് ജോസൂട്ടി. അതിലെ മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ്, ചിലർ വന്നിട്ട് പറയും ജിത്തു ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ക്യാമറ വെച്ചായിരുന്നു. അതിന് പറയാം അയ്യോ അതിനകത്ത് അവളുണ്ടല്ലോ അർച്ചനാക്കവിയുടെ ക്യാരക്ടർ എൻ്റെ മകളെ പോലെ തന്നെയാണ് പറയാ. ചില പെൺപിള്ളേർ വന്നിട്ട് പറയും ഓഹ് ഉറൂസ് ചേച്ചിയുടെ ക്യാരക്ടർ എൻ്റെ അമ്മയാ എന്ന് പറയും. കാരണം ഞാനത് റിയൽ ലൈഫിൽ കണ്ട എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററും അമ്മച്ചിയും തമ്മിലുള്ള ഗുസ്തി ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ കസിൻസ് കണ്ടിട്ടുണ്ട്. പക്ഷെ മമ്മി ആൻഡ് മീ കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങിയത്. കാരണം അന്നേരമാണ് 2 ഒന്ന് വലുതായി വന്നത്. അപ്പം ഭയങ്കരമായിട്ടും ഒരു ഭയങ്കര ഇൻസിഡൻ്റ് ഉണ്ടായി. എനിക്ക് മലപ്പുറത്തുനിന്ന് ഒരു ഉമ്മച്ചി എന്നെ വിളിച്ചു, മോനെ ജിത്തു ജോസഫ് അല്ലേ അതെ മമ്മി ആൻഡ് മീ എന്ന സിനിമ ഉണ്ട്, നല്ലതാണ് മോനെ, എൻ്റെ മകളും ഇങ്ങനെയാണ്, അവളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, ഞങ്ങളുടെയൊക്കെ ഒരു കൾച്ചർ അനുസരിച്ചുള്ള ഡ്രസ്സിങ് പാറ്റേൺ അത് നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് മോനൊന്ന് മോളോട് സംസാരിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല, കാരണം
എനിക്കതിനുള്ളൊരു പറഞ്ഞു കൊടുക്കാനുള്ള ഇതൊന്നുമില്ല. അതിനകത്ത് തന്നെ നമ്മളൊരു ഡോക്ടറെ കൊണ്ടല്ലേ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. എന്നാ ഡോക്ടറുടെ നമ്പർ കയറാൻ പറഞ്ഞു. അനൂപ് മേനോനാണ് അത് ചെയ്തത്. അപ്പോൾ ആ സിനിമ എത്രത്തോളം ഓരോരുത്തരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ലൈഫ് ഓഫ് ജോസൂട്ടി ഒത്തിരി പേര് എബ്രോഡുള്ള ആ സമയത്ത് ദൃശ്യം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് അത് വർക്കൗട്ടായില്ല പടം. പക്ഷെ ഇപ്പോഴും പുറത്തുള്ളവരും അല്ലാത്തവരും ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, സാറിൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് അവസാനം കൊണ്ടുപോയി ദുരന്തങ്ങളുടെ ഘോഷയാത്രയാക്കി വെച്ചു. അത് ഇച്ചിരി കുറയ്ക്കാമായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി. പക്ഷെ അതൊരു റിയൽ ലൈഫിൻ്റെ ഒത്തിരി എലമെൻറ്റ്സ് അതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് രണ്ടും ഇതാണ്. അതിൻ്റെ അർത്ഥം ദൃശ്യം മെമ്മറീസ് ഒന്നും ഇഷ്ടമല്ലെന്നല്ല കേട്ടോ. സാർ എപ്പോഴും എൻ്റെ പേര് സാറ് മറന്നു എനിക്ക് സംശയം. എൻ്റെ പേര് ജോസ് അഗസ്റ്റിനാണ്. ഞാൻ 2010 സാറിനെ കൊണ്ടുവന്ന് സാറും മമ്മാസും ഒരുമിച്ചാണ് വന്നത് അന്ന് ആ വേദിയിൽ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഇപ്പം ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, പ്രസിഡൻ്റായിരുന്നു. ഞാൻ പറഞ്ഞു വന്ന കാര്യമല്ല, സാർ എപ്പോഴും അമ്മ എന്ന് പറയുന്നുണ്ട്. സ്വന്തം പിതാവായ മുൻ MLA VV ജോസഫിനെ കുറിച്ച്, ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട കൊച്ചേട്ടനെ കുറിച്ച് സാർ ഒന്നും മിണ്ടിയില്ല. 3 ടൈം മൂവാറ്റുപുഴയുടെ MLA ആയിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊച്ചേട്ടൻ്റെ പ്രസ്ഥാനത്തിൽ ഞാനിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും മെമ്പറുമാണ്. അപ്പോൾ ആ പിതാവിനെ കുറിച്ച് സാർ എന്തി ഒന്നും പറയാത്തത്? അദ്ദേഹം ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടില്ലേ? അതാണ് ഈയിടെ ഈ സെയിം ക്വസ്റ്റ്യൻ എന്നോട് വേറൊരാളും ചോദിച്ചു. ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ സിനിമാ സംബന്ധമായ സംസാരങ്ങൾ വരുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനകത്ത് ഭയങ്കരമായ രീതിയിൽ ഒരു റോൾ ഉണ്ടായിരുന്നു എൻ്റെ ഫാദറിന്. ഫാദറിൻ്റെ രീതി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശിക്കത്തില്ല, ആക്ച്വലി അദ്ദേഹം ജീവിച്ച് കാണിച്ചു തരിക ചെയ്തത് എങ്ങനെയാണ് ഒരു നല്ല മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന്. കാരണം ഫാദർ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ മൂവാറ്റുപുഴയിലും പല എറണാകുളത്തും ഒക്കെ KSEBയിലും അവിടെയും ഇവിടെയും പല ഓഫീസിൽ പല കാര്യങ്ങൾക്കായിട്ട് ചെന്ന് പേര് പറഞ്ഞ് സ്ഥലം പറഞ്ഞ് എലഞ്ഞി മുത്തോലപുരം ഇതാണ് ഫാദറിൻ്റെ പേരാണ് VV ജോസഫ്, കൊച്ചേട്ടൻ്റെ മോനാണോ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ സൂപ്പർ ഫാസ്റ്റിലാണ് പോകുന്നത്. കാരണം അപ്പോൾ എന്നോട് പറയും അയ്യോ കൊച്ചേട്ടൻ ഞങ്ങൾക്ക് അങ്ങനെയാണ്. അപ്പം ഫാദർ ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമയായിട്ട് വരുമ്പോൾ, കാരണം എൻ്റെ ഫാദറിന് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മച്ചിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവർ തിരുവനന്തപുരത്ത് പോയി നിയമസഭയുള്ള സമയത്ത് വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ഫാദറും PJ ജോസഫ് സാറുടെ നേരെ തിയേറ്ററിലേക്ക് വിടും. സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും വലിയ ദുഃഖം അതാണ്, ഞാനൊരു സിനിമാക്കാരനായത് അല്ലെങ്കിൽ സിനിമ ചെയ്തത് കാണാതെയാണ് അദ്ദേഹം പോയത്. പക്ഷേ മദറിൻ്റെ ആംഗിൾ എന്ന് വെച്ചാൽ മദർ ലൈഫിൽ ഇങ്ങനെ ഓരോരോ മദർ ഭയങ്കര ഒരു ഷീസ് ആൻ അയൺ ലേഡി. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ആകാശം ഇടിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ പറയും വരട്ടെ ഒരു മുട്ട് കൊടുത്ത് നോക്കാം. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഷീസ് എ ക്യാൻസർ സർവൈവർ. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. എൻ്റെ ഫസ്റ്റ് സിനിമ നടക്കാതെ വന്ന് പ്രശ്നമായി ഞങ്ങളാകെ വിഷമിച്ചിരുന്നപ്പോൾ ഓടി അമ്മച്ചീൻ്റെ അടുത്ത് എന്നോട് പ്രശ്നം, എനിക്ക് കോൺഫിഡൻസ് ഉണ്ടോ, നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു മൂലയിൽ കുറച്ച് സ്ഥലം അങ്ങ് വിട്ടിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അമ്മയാണ് പറഞ്ഞത്. അന്ന് ഫാദർ ഇല്ല, ഫാദർ മരിച്ചുപോയി. അമ്മ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ചാടി എഴുന്നിട്ട് വിൽക്കാനൊന്നും ഒരു പ്ലാനും ഇല്ല. പക്ഷെ അത് തന്നൊരു പോസിറ്റീവ് എനർജിയിൽ നിന്നാണ് ഞാൻ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം രണ്ടുപേരും എന്നെ രണ്ട് രീതിയിലാണ് സ്വാധീനിച്ചിരിക്കുന്നത്. ഫാദറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. കാരണം പതിഞ്ഞുപോയി. ഇപ്പം നിങ്ങളെല്ലാവരും ഓർക്കുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. അതിൻ്റെ വേറൊരു വേർഷൻ ദൃശ്യം 3 വരുന്നുണ്ട്. ദൃശ്യം 3 പോയി ലൈറ്റ് ഓഫ് ചെയ്യുന്നത് എൻ്റെ ഫാദർ ചെയ്യുന്ന കാര്യമാണ്. അതിപ്പോൾ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പോൾ എൻ്റെ മക്കൾ ഞങ്ങളെല്ലാവരും ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിച്ചിട്ട് ഞാൻ ആദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് വന്നു പോകുമ്പോൾ അറിയാതെ എൻ്റെ കൈ പോവും. അപ്പോൾ അവരൊന്നും ചോദിക്കും ഡാഡി ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അത് ഫാദർ ചെയ്യുന്നത് കണ്ട് 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 പഠിച്ചതാണ്. ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ഫാദർ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്ന് പറയുന്ന ഒരിതിൽ ഒരു കൃഷിക്കാരൻ, ഫാദർ MLA ആണെങ്കിലും അതിനേക്കാളേറെ ഒരു കൃഷിക്കാരനായിരുന്നു. അത് എൻ്റെ ഫാദറിനെ എൻ്റെ ക്യാരക്ടർ വെച്ചിട്ടാണ് ഞാനത് മോൾഡ് ചെയ്തത്. മൈ ബോസിലെ സായിയേട്ടൻ്റെ ക്യാരക്ടർ അധികം സംസാരിക്കില്ല. എൻ്റെ ഫാദർ ഇങ്ങനെ അധികം സംസാരിക്കില്ല, പക്ഷേ ഇടയ്ക്കൊരു ഡയലോഗ് വിടും, ഭയങ്കര ഇമ്പാക്റ്റാണ്. നിങ്ങൾ ചിരിക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒളിമ്പിക്സിൻ്റെ ഇനോഗ്രേഷൻ ഇതാണ്, രാത്രി 12:30 ഏതാണ്ടാണ്. അപ്പോൾ 9 മണി തൊട്ട് ഇരിക്കുന്നത് എല്ലാവർക്കും ഉറക്കം വന്ന് തുടങ്ങി അങ്ങനെ ഇരുന്നു. അപ്പോൾ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും കാണുമല്ലോ. അപ്പോൾ എല്ലാവരും പോവാ, നീ തുടങ്ങാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചേരെന്ന് പറഞ്ഞ് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു
ഇപ്പം ഞാനങ്ങ് ഉറങ്ങിപ്പോയ എല്ലാം തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ പോകുന്ന വഴിക്കുണ്ട്, എന്നാലും ഇനോഗ്രേഷൻ അവിടെ നടന്നുകൊള്ളൂടാന്ന് പറഞ്ഞു. ഇതുപോലെ ഇങ്ങനത്തെ വളരെ എന്താ പറയുക, അങ്ങനത്തെ ഒരു നർമ്മമുള്ളൊരു മനുഷ്യരാണ്. പക്ഷെ വല്ലപ്പോഴും അത് തന്നെയാണ് സായിയേട്ടൻ്റെ ക്യാരക്ടർ അതിനകത്ത് ഞാൻ ഇത് ചെയ്തത്. ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതിൽ നിന്നാണ് ഞാൻ ആ ക്യാരക്ടർ മോൾഡ് ചെയ്തുകൊണ്ടത്. അതുകൊണ്ട് രണ്ടുപേരും രണ്ട് രീതിയിലാണ്, സിനിമയായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് പറയാറുള്ളത്. എൻ്റെ പേര് പ്രകാശ് ശ്രീധർ, സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ബോർഡ് മെമ്പറാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ദൃശ്യം പല ക്രിമിനലുകൾക്കും പ്രചോദനം നൽകിയെന്നുള്ളതാണ് ഒരാക്ഷേപം. ഈ കഥ എഴുതുമ്പോൾ അങ്ങനെയങ്ങ് ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ നമ്മളെ ഒരു കണ്ടെയ്നർ ലോറിക്കകത്ത് ഹരിയാനയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും വന്നവർ പറഞ്ഞ്, എൻ്റെ വൈഫ് പറഞ്ഞ ഒരു സിനിമയ്ക്ക് പറ്റുന്നതാണ്. അങ്ങനെ ഒരു സമീപനം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മളുടെ ഒരു ഈ സിനിമ ദൃശ്യം സിനിമ എടുക്കുമ്പോൾ ഇപ്പോൾ അതിനകത്ത് ഫോൺ കൊണ്ട് വേറെ ഒരു അതേപോലെ ഡെഡ് ബോഡി കുഴിച്ചിടുന്നു, അതിനകത്തൊക്കെ ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റ്, അത് താങ്കൾ ഈ സിനിമ ചെയ്യുമ്പോൾ ഇത് ക്രിമിനൽസിന് എന്തെങ്കിലും പ്രലോഭനം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നു? അല്ല, ക്രിമിനൽസിന് പ്രചോദനം എന്നല്ല സാർ. ബേസിക്കലി സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ചില വിഷ്വൽസും ചില ഇതും ഇൻഫ്ലുവൻസ്, അത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നെ നമുക്ക് കൊലപാതകവും ഇതൊന്നും ഒഴിവാക്കിയൊന്നും സൊസൈറ്റിയിൽ കഥ പറയാമല്ല. കാരണം സൊസൈറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിത് പറയുന്നത്. ഞാൻ പണ്ടൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ട്, ബ്രൂസ് വില്ലിസിൻ്റെ ഡൈ ഹാർഡ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു 2-3-4 പാർട്ടുണ്ട്. അതിനകത്ത് സെക്കൻഡ് പാർട്ട് ഞാൻ ഷേണായിസ് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞ്, അതൊരു ഒരു എയർപോർട്ട് ഹൈജാക്ക് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ഫിലിമാണ്. അപ്പോൾ അതിനകത്ത് ബ്രൂസ് വില്ലിസ് സിഗരറ്റ് വലിക്കുന്നൊരു രീതിയുണ്ട്. അവിടെ ഭയങ്കര സ്നോയിങ് ടൈമിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഈ സിഗരറ്റ് വലി കണ്ടിട്ട് ഞാൻ അങ്ങനെ സിഗരറ്റ് വലിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഈ ഷെണായിസിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം ചെയ്ത ഒരു സിഗരറ്റ് മേടിച്ച് വലിച്ചു നോക്കി. എന്നെ അത് അട്രാക്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് പോലെ സിനിമ ചെറുതും വലുതുമായ രീതിയിൽ സ്വാധീനിക്കും. ഹിന്ദിയിൽ നോർത്ത് ഇന്ത്യയിൽ ഇതിൻ്റെ എന്താ പറയുക, ഒരു ആരോ ഇത് ഹിന്ദി ദൃശ്യം കണ്ടിട്ട് ഇതേപോലെ ബോഡി മറവ് ചെയ്ത കഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ് സാർ. ദൃശ്യത്തിന് മുമ്പും ആൾക്കാർ കൊന്നിട്ട് കുഴിച്ചൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഓഫ് കോഴ്സ് അത് ഇൻഫ്ലുവൻസ് ചെയ്യും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സാർ, എൻ്റെ പേര് ജൂബൻ ജോയൽ. ഞാൻ സെക്കൻഡ് ഇയർ ഡാറ്റാ സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇഷ്ടംമാതിരി ഫാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ദൃശ്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് റാമിനെ കുറിച്ചാണ്. റാമിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ഈ പറഞ്ഞ പോലെ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ് അതൊരു 2 പാർട്ടായിട്ട് ചെയ്തൊരു പടമാണ്. ഞങ്ങളത് UK-യിലും മൊറോക്കോയിലൊക്കെ പോയി ഷൂട്ട് ചെയ്തു. പക്ഷെ അത് കുറച്ച് ഫിനാൻഷ്യൽ, കാരണം എനിക്ക് തോന്നുന്നത് 2 കൂടി ഒരു 140 കോടി കോസ്റ്റ് വരും. ചെറിയ ബിഗ് ബഡ്ജറ്റ് ഫിലിം, എൻ്റെ ആദ്യത്തെ ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമായിരുന്നു. പക്ഷെ അത് ഡ്യൂ ടു സം ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അത് 2 പാർട്ട്നേഴ്സുണ്ട്. അപ്പം അവരത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ ഇല്ലില്ല തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. ഇപ്പോഴും ഏതെങ്കിലും സിനിമയുടെ അനൗൺസ്മെൻ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ അതൊക്കെ കൊള്ളാം, റാമിൻ്റെ കാര്യം എന്തായിടാവേ, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അതെൻ്റെ കയ്യിലല്ല. ഞാൻ എന്തിനും റെഡിയായ ലാലേട്ടൻ റെഡിയാണ്. ലാലേട്ടൻ എന്നെ പറഞ്ഞു, മോനെ എന്താ അവർ ഇതുവരെയായിട്ടും വരാത്തത്, എപ്പോൾ വേണേലും ഡേറ്റ് ചെയ്യാൻ തന്നേക്കാം. അതൊന്നും ഇത്രയും ഒത്തിരി കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി പ്രിയപ്പെട്ട ജിത്തു സാർ. ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. അങ്ങയുടെ സിനിമ പോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം മാത്രമാണ് അവസാനിക്കുന്നുള്ളൂ. താങ്ക് യു സാർ. ജീവിതഗന്ധിയായ സിനിമകൾ പോലെ തന്നെ ഹൃദയം തൊടുന്ന അങ്ങയുടെ സംഭാഷണത്തിന്